സമയം നോക്കാൻ എത്ര രൂപ ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റും? 1000, 2000 അല്ലെങ്കിൽ ഒരു 5000 രൂപ വരെയൊക്കെ പോവാം അല്ലെ? വില എത്രയായാലും സമയം നോക്കിയാൽ പോരെ എന്നാവും നമ്മളിൽ കൂടുതൽ പേരും ചിന്തിക്കുന്നത്. എന്നാൽ വാച്ച് വെറും വാച്ചല്ല, അത് മറ്റേതൊരു ഓർണമെന്റ്സും പോലെ അത്യാവശ്യം ആഡംബരമായി പൊങ്ങച്ചം കാണിക്കാനുള്ള ഓർണമെന്റ് കൂടിയാണ്. സംശയമുണ്ടെങ്കിൽ ചില വാച്ചുകളുടെ പ്രത്യേകതകളും വിലകളും ഒന്ന് കണ്ടു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വാച്ചിന്റെ പേര് തന്നെ രസകരമാണ്, ഗ്രാഫ് ഡയമണ്ട്സ് ഹാലുസിനേഷൻ. വില 5.5 കോടി ഡോളറിലധികം, അതായത് ഏകദേശം 409,99,99,524 രൂപയാണ് വില. വിലയേറിയ വജ്രങ്ങൾ കൊണ്ട് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് വാച്ചിന് ഇത്ര വില. 110 ക്യാരറ്റ് ഡയമണ്ട് കൊണ്ടാണ് വാച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പിങ്ക്, നീല, പച്ച, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലെ ഡയമണ്ടുകൾ വിവിധ ആകൃതിയിൽ മുറിച്ചാണ് വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ബലമായി ഒരു ഡയമണ്ടിൽ അമർത്തിയാൽ മാത്രം കാണാനാകുന്ന രീതിയിലാണ് ഡയൽ. ജമോളിസ്റ്റുമാരും ഡിസൈനർമാരും ഒക്കെ അടങ്ങുന്ന ഒരു ടീം ആയിരക്കണക്കിന് മണിക്കൂറുകൾ ചെലവഴിച്ചാണ് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ വില കൂടിയ വാച്ചാണ് ഗ്രാഫ് ഡയമണ്ട്സ് ദി ഫാസിനേഷൻ. 50 മില്യൺ അഥവാ 435 കോടി ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ വില. 152.96 ക്യാരറ്റ് വെള്ള ഡയമണ്ട് ആണ് ഈ വാച്ചിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിയർ ആകൃതിയിലുള്ള 38.13 ക്യാരറ്റിന്റെ ഡയമണ്ട് ആണ് വാച്ചിന്റെ നടുവിൽ. പിയർ ആകൃതിയിലുള്ള വജ്രം വേർപെടുത്തി മോതിരമായി ധരിക്കാം എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. പടക് ഫിലിപ്പ് എന്ന കമ്പനി നിർമ്മിച്ച ലോകത്തിലെ വില കൂടിയ മൂന്നാമത്തെ വാച്ചിന്റെ വില 269 കോടി ഇന്ത്യൻ രൂപയാണ്. 2 ഡയലുകളാണ് ഈ വാച്ചിനുള്ളത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ നാലാമത്തെ വാച്ച് ബ്രഗറ്റ് ഗ്രാൻഡെ കമ്പനി നിർമ്മിച്ച മേരി ആന്റോനെറ്റ് കോംപ്ലിക്കേഷൻ ആണ്. 3 മില്യൺ ഡോളറാണ് ഇതിന്റെ വില. ഇത് ആദ്യം മേരി ആന്റോനെറ്റിന്റെ രാജിക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും 1827 പൂർത്തിയാക്കുന്നതിന് മുൻപ് അവർ വധിക്കപ്പെട്ടതിനാൽ അത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് കഷ്ടം. ജയ്കർ ലഗോണ്ടെ ജ്വല്ലറിയുടെ 101 മാഞ്ചറ്റ് ആണ് ഏറ്റവും വിലയേറിയ 5ാമത്തെ വാച്ച്. 26 ദശലക്ഷം ഡോളർ, ഏകദേശം 21.55 കോടി രൂപയാണ് ഇതിന്റെ വില. 2012 പുറത്തിറങ്ങി ഈ കൈകൊണ്ട് നിർമ്മിച്ച ടൈം പീസ് എലിസബത്ത് രാജ്ഞിയുടെ 60 വർഷത്തെ ഭരണം ആഘോഷിക്കുന്നതിനായി പ്രത്യേകം സമ്മാനമായി നിർമ്മിച്ചതാണ്. സങ്കീർണമായ രൂപകൽപ്പനയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. ഘടനയിൽ 577 വജ്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീലക്കല്ലുകൊണ്ട് പൊതിഞ്ഞ ഡയലും ജയ്കർ ലീകോണ്ട്രയുടെ സിഗ്നേച്ചർ കരകൗശല വൈദഗ്ധ്യവുമുള്ള ഈ വാച്ച് ആഡംബരത്തിന്റെയും കൃത്യതയുള്ള എഞ്ചിനീയറിംഗിന്റെയും അപൂർവ മിശ്രിതമാണ്. പാഡക് ഫിലിപ്സിന്റെ ഹെൻറി ഗ്രേവ്സ് സൂപ്പർ കോംപ്ലിക്കേഷൻ ആണ് ഏറ്റവും വിലയേറിയ 6ാമത്തെ വാച്ച്. 26 ദശലക്ഷം ഡോളർ, അതായത് 21.55 കോടി രൂപയാണ് ഇതിന്റെ വില. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ പോക്കറ്റ് വാച്ചുകളിൽ ഒന്നായി അറിയപ്പെടുന്ന ഇതിൽ ഒരു കലണ്ടർ, വെസ്റ്റ്മിൻസ്റ്റർ, മണിനാഥങ്ങളുള്ള ഒരു മിനിറ്റ് റിപ്പീറ്റർ, സൂര്യോദയ സൂര്യാസ്തമയ സൂചകങ്ങൾ, ഗ്രേവ്സിന്റെ ന്യൂയോർക്ക് വസതിക്ക് മുകളിലുള്ള രാത്രി ആകാശത്തിന്റെ പകർപ്പ് കാണിക്കുന്ന ഒരു ആകാശ ചാർട്ട് എന്നിവ ഉൾപ്പെടുന്നു. 201 ക്യാരറ്റ് ചോപ്പാർട്ട് ലോകത്തിലെ ഏറ്റവും വിലയേറിയ 7ാമത്തെ വാച്ചാണ്. 2.5 ദശലക്ഷം ഡോളർ, അതായത് 20.72 കോടി രൂപയാണ് ഇതിന്റെ വില. അതിന്റെ ശ്രദ്ധേയമായ സവിശേഷതയിൽ ഒന്ന് സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസം ആണ്. അത് അമർത്തുമ്പോൾ ഹൃദയാകൃതിയിലുള്ള 3 വജ്രങ്ങൾ 15 ക്യാരറ്റ് പിങ്ക്, 12 ക്യാരറ്റ് നീല, 11 ക്യാരറ്റ് വെള്ള ഇതളുകൾ പോലെ തുറക്കാൻ കാരണമാകുന്നു. പോൾ ന്യൂമാൻ ഡെനോഡ എന്ന വാച്ച് ഏറ്റവും വിലപിടിപ്പുള്ള 8ാമത്തെ വാച്ചാണ്. വില 18.7 ഡോളറാണ്, അതായത് ഏകദേശം 162 കോടി ഇന്ത്യൻ രൂപ. ജേക്കബ് ആൻഡ് കോ ബില്യനെയർ വാച്ച് പേര് പോലെ തന്നെ ശതകോടീശ്വരന്മാർക്കായി നിർമ്മിച്ച വാച്ചാണ്. 18 ക്യാരറ്റ് വൈറ്റ് ഗോൾഡ് ഡയമണ്ടുകൾ പതിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എംആൻഡ് കട്ട് ഡയമണ്ട് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കെൽട്ടൺ ഡയലാണ് ഈ വാച്ചിന്റെ പ്രത്യേകത. 2015 പുറത്തിറങ്ങിയ ഈ വാച്ചിന്റെ വില 156 കോടി രൂപയാണ്. പടക് ഫിലിപ്സിന്റേതാണ് ലോകത്തെ 10ാമത്തെ വില കൂടിയ വാച്ച്. 100 കോടി രൂപയാണ് ഇതിന്റെ വില. സാധാരണയായി മഞ്ഞ അല്ലെങ്കിൽ റോസ് സ്വർണത്തിൽ വരുന്ന മിക്ക പാഡക് ഫിലിപ്പ് വാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ ഉയർന്ന ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് ഉണ്ട്.